ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. തുടർച്ചയായി എപ്പിസോഡുകൾ കാണുകയും എനിക്ക് മെസ്സേജുകൾ അയക്കുകയും ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും നന്ദി. ഇന്ന് അങ്ങനെ ഒരാൾ അയച്ച മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എപ്പിസോഡ് ചെയ്യാം എന്ന് കരുതുന്നത്. മെസ്സേജ് നോക്കാം. മാം, വിവാഹ വാഗ്ദാന ലംഘനത്തെക്കുറിച്ച് ചെയ്ത എപ്പിസോഡ് നന്നായിരുന്നു. വിവാഹിതയായ സ്ത്രീ വിവാഹ വാഗ്ദാന ലംഘനത്തിനായി റേപ്പ് കേസ് കൊടുത്താൽ നിലനിൽക്കില്ല എന്ന് സുപ്രീം കോർട്ടിൻ്റെ ഒരു പരാമർശം കണ്ടു. ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? മേൽപ്പറഞ്ഞ സുപ്രധാന ഉത്തരവ് ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ്. ഛത്തീസ്ഗഡ് ബിലാസ്പൂരിലെ സർക്കന്ത പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഈ ഉത്തരവ്. ഇനി കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അഭിഭാഷകയായ യുവതി 2011 മിതേന്ദ്രകുമാർ ദിർദയെ വിവാഹം കഴിക്കുന്നു. 2012 അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. 2018 മിതേന്ദ്രകുമാർ കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി ഫയൽ ചെയ്യുന്നു. കുടുംബ കോടതി അത് തള്ളി. തുടർന്ന് മിതേന്ദ്രകുമാർ നൽകിയ അപ്പീൽ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ആണ്. ഈ സമയത്ത് 2022 യുവതി ഒരു അഭിഭാഷകനെ പരിചയപ്പെടുന്നു. തുടർന്ന് ഇരുവരും സൗഹൃദത്തിൽ ആകുന്നു. പരിചയപ്പെട്ട അതേ മാസം തന്നെ അഭിഭാഷകൻ യുവതിയെ സർക്കന്തയിലെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതിയുടെ പരാതി. ഇതിനുശേഷം നിരവധി തവണ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നാണ് യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിനിടയിൽ താൻ ഗർഭിണിയാണെന്ന് യുവതി അഭിഭാഷകനെ അറിയിക്കുന്നു. എന്നാൽ അഭിഭാഷകൻ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയെന്നും ഗർഭഛിദ്രത്തിനുള്ള ഗുളിക നിർബന്ധിച്ച് കഴിപ്പിച്ചു എന്നും യുവതി പരാതിയിൽ പറയുന്നു. അഭിഭാഷകൻ യുവതിയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്തു എന്ന് യുവതി പരാതിയിൽ ആരോപിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ IPC 376(2)N പ്രകാരം വകുപ്പ് ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. യുവതിക്കെതിരെ അഭിഭാഷകനും പരാതി കൊടുത്തിരുന്നു. ഹൈക്കോടതി തള്ളിക്കളഞ്ഞ ഈ കേസ് സുപ്രീം കോടതി റദ്ദു ചെയ്യുകയാണ് ഉണ്ടായത്. സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയ പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1. രണ്ടു പേരുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു. 2. ബലാത്സംഗം നടന്നെന്ന് ആരോപിക്കപ്പെടുന്ന, അതായത് 2022 സെപ്റ്റംബറിനും കേസ് രജിസ്റ്റർ ചെയ്ത 2025 ഫെബ്രുവരിക്കും ഇടയിലുള്ള കാലയളവിൽ യുവതിക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം യുവതിയുടെ ആദ്യ വിവാഹം നിലനിൽക്കുന്ന സാഹചര്യം, അതായത് യുവതിയുടെ ആദ്യ വിവാഹം റദ്ദാക്കപ്പെട്ടിട്ടില്ലായിരുന്നു. 3. നിയമം ദ്വിഭാര്യത്വ ബന്ധങ്ങളെ നിരോധിക്കുന്നു. അതിനാൽ ആദ്യ വിവാഹം നിലനിൽക്കുന്ന കാലയളവിൽ ഒരാൾക്ക് രണ്ടാം വിവാഹം ഏർപ്പെടുവാൻ കഴിയില്ല. 1955 ഹിന്ദു വിവാഹ നിയമത്തിലെ 5(1) ഉപവകുപ്പ് പ്രകാരം ഒരു വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് 4(1) വകുപ്പിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. 5. മറ്റൊരു പ്രധാന കാര്യം, പരാതിക്കാരി അഭിഭാഷകയാണ്. ഈ വിവരങ്ങളെ കുറിച്ച് അവഗാഹമുള്ള വ്യക്തിയായതിനാൽ യുവതിയുടെ വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്ന്
സുപ്രീം കോടതി പറഞ്ഞു. അഞ്ചാമതായി മറ്റൊന്ന്, യുവതി 33 വയസ്സുകാരിയാണ്. സ്വയം തീരുമാനമെടുക്കാൻ കഴിയാത്ത നിഷ്കളങ്കയോ കബളിക്കപ്പെടുന്നതോ ആയ സ്ത്രീയല്ല, മറിച്ച് അഭിഭാഷകയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376(2)(n) വകുപ്പ് ചുമത്തി രജിസ്റ്റർ ചെയ്യുന്ന ബലാത്സംഗ കേസുകൾ പരിഗണിക്കുമ്പോൾ കോടതികൾ ജാഗ്രത പാലിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പ്രിയ സുഹൃത്തിൻ്റെ മെസ്സേജിന് നന്ദി. ആമീസ് വേൾഡ് 2025 തുടർന്നും കാണുക. നന്ദി, നമസ്കാരം.